അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ പരാമർശിക്കുന്ന ഒനേസിമോസ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ പഠനമാണിത്. AD 60-62 കാലയളവിലാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർ, ഫിലമോൻ എന്നീ 2 ലേഖനങ്ങൾ എഴുതുന്നത്. ഇവ എഴുതുന്ന കാലത്ത് പൗലോസ് റോമിൽ വീട്ടുതടങ്കലിലായിരുന്നു. അദ്ദേഹം ഈ കത്തുകൾ തിഹിക്കോസ്, ഒനേസിമോസ് എന്നിവരുടെ കയ്യിലാണ് കൊലോസ്യയിലെ സഭയ്ക്കും ഫിലേമോൻ എന്ന ക്രിസ്തീയ വിശ്വാസിക്കും കൊടുത്തുവിടുന്നത്. ഫിലോമോൻ എഴുതിയ കത്ത് അതേ പേരുള്ള കൊലോസ്യ പട്ടണത്തിലെ ധനികനായ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഉള്ളതായിരുന്നു. അദ്ദേഹം ആ പട്ടണത്തിലെ ഒരു പ്രമുഖ വ്യക്തിയും അവിടെയുള്ള സഭയിലെയും വളരെ സമർപ്പണമുള്ള ഒരു വിശ്വാസിയും ആയിരുന്നു. ഫിലോമോന്റെ വീട്ടിൽ വെച്ചായിരുന്നു സഭ ആരാധനയ്ക്കായി കൂടി വന്നിരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനോടും സകല വിശുദ്ധന്മാരോടും അദ്ദേഹത്തിലുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് പൗലോസ് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പൗലോസ് ഈ കത്ത് ഫിലോമോൻ എഴുതുന്നത് ഒനേസിമോസ് എന്ന മറ്റൊരു ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടിയാണ്. ഒനേസിമോസ് ഫിലോമോന്റെ അടിമ ആയിരുന്നു. ഫിലോമോൻ 1:10 തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. ഒനേസിമോസ് എന്ന പേര് കൊലോസ്യർക്കുള്ള ലേഖനത്തിലും ഫിലോമോനുള്ള ലേഖനത്തിലും നമ്മൾ കാണുന്നു. കൊലോസ്യർക്കുള്ള ലേഖനം പൗലോസിന്റെ കയ്യിൽ നിന്നും കൊണ്ടുപോകുന്നത് തിഹിക്കോസ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ഒനേസിമോസും ഉണ്ടായിരുന്നു. കൊലോസ്യയിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്ന ഒനേസിമോസ് ഒരു ക്രിസ്തീയ വിശ്വാസിയോ വിശ്വസ്തനായ ഒരു വ്യക്തിയോ ആയിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയും മാന്യനുമായി അവർ കണക്കാക്കണമെങ്കിൽ അവർ ബഹുമാനിക്കുന്ന ഒരാൾ ഒനേസിമോസിന്റെ മാനസാന്തരവും ആത്മീയ രൂപാന്തരവും സാക്ഷിക്കണം. ഈ ഉത്തരവാദിത്വം പൗലോസ് ഭംഗിയായി ചെയ്തു. കൊലോസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് തിഹിക്കോസിന് കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്യനുമായ തിഹിക്കോസ് എന്നും ഒനേസിമോസിന് നിങ്ങളിൽ ഒരുത്തനായ വിശ്വസ്തനും പ്രിയനുമായ സഹോദരനെന്നും പരിചയപ്പെടുത്തി. ഒനേസിമോസ് ഫിലോമോന്റെ അടിമയായിരുന്നു. സഭാ പാരമ്പര്യമനുസരിച്ച് ഒനേസിമോസ് കൊലോസ്യയിൽ ജനിച്ച ഒരു ജാതീയനായിരുന്നു. അവന്റെ യജമാനനായ ഫിലോമോനെ വഞ്ചിച്ചു റോമിലേക്ക് ഓടിപ്പോയി. ടാസിറ്റസ് എന്ന റോമൻ ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ അക്കാലത്ത് റോം ഒരു വലിയ പട്ടണം ആയിരുന്നതിനാൽ ഓടിപ്പോകുന്ന കുറ്റവാളികൾ അവിടെ രഹസ്യമായി താമസിക്കുമായിരുന്നു. എന്നാൽ അപ്പോൾ റോമിൽ തടവുകാരനായി വീട്ടുതടങ്കലിൽ താമസിച്ചിരുന്ന അപ്പോസ്തലനായ പൗലോസിനെ ഒനേസിമോസ് കണ്ടുമുട്ടുകയും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസിയാകുകയും ചെയ്തു. ഒനേസിമോസിന്റെ പേരിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള അർത്ഥം ഉപകാരിയായ, പ്രയോജനമുള്ളത് എന്നിങ്ങനെയാണ്. ഈ പേര് അക്കാലത്തെ അടിമകളുടെ ഇടയിൽ പ്രചാരമുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം ഉപയോഗിച്ച് പൗലോസ് ഇങ്ങനെ എഴുതി. 11-ാം വാക്യം അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവൻ തന്നെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒനേസിമോസ് ആർക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫിലോമോനും പൗലോസിനും വളരെ പ്രയോജനമുള്ളവനായിട്ട് മാറി. ഇതിൽ നിന്നും രക്ഷിക്കപ്പെട്ട ശേഷം ഒനേസിമോസ് യേശുക്രിസ്തുവിൽ വിശ്വസ്തനായി ജീവിച്ചുവെന്ന് മനസ്സിലാക്കാം. അതിനാൽ പൗലോസ് എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു എന്നാണ് ഫിലോമോനോട് പറഞ്ഞത്. എങ്ങനെയാണ് ഒനേസിമോസ് പൗലോസിനെ കണ്ടുമുട്ടിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസ് കൊലോസ്യയിലായിരുന്നപ്പോൾ ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും പിന്നീട് അവൻ റോമിലെത്തിയപ്പോൾ പൗലോസിനെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു എന്നും ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊരു അനുമാനം മാത്രമാണ്. എന്നാൽ ഒനേസിമോസ് റോമിൽ വെച്ച് ഏതോ സാഹചര്യത്തിൽ പൗലോസിനെ കണ്ടുമുട്ടുകയും പൗലോസ് അറിയിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം നിമിത്തം അവൻ രക്ഷിക്കപ്പെടുകയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ശരി. 10-ാം വാക്യം ഈ ചിന്തയെ ശരിവെക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യം തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒനേസിമോസ് പൗലോസിനെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കുറെ നാളുകൾ ജീവിച്ചു കാണും. അതിനാലായിരിക്കാം പൗലോസ് ഇങ്ങനെ പറഞ്ഞത്. 13-ാമത്തെ വാക്യം സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒനേസിമോസ് നിയമപ്രകാരം ഫിലോമോന്റെ അടിമ ആയിരുന്നതിനാൽ അവന്റെ അനുവാദം കൂടാതെ ഒനേസിമോസിനെ കൂടെ താമസിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പൗലോസിന് തോന്നി. അതിനാൽ അവനെ ഫിലോമോന്റെ അടുക്കലേക്ക് തിരികെ അയച്ചു.
14 വാക്യം, എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെയാകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ഫിലോമോൻ വളരെ ദയുള്ള ഒരു യജമാനനായിരുന്നിരിക്കാം, എങ്കിലും ഒനേസിമോസ് അവനെ വിട്ട് ഓടിപ്പോയി. എന്തുകൊണ്ടാണ് അവൻ ഓടിപ്പോയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസ് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അവന്റെ പഴയകാല തെറ്റുകൾ വിശദീകരിക്കുവാൻ പൗലോസ് ശ്രമിക്കുന്നില്ല. എന്നാൽ ഒനേസിമോസ് ഫിലോമോനോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ട് എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒനേസിമോസ് ഏതെങ്കിലും രീതിയിൽ ഫിലോമോന് കടക്കാരനായി തീർന്നതാകാം. ഈ കടം വീട്ടുന്നത് വരെ അവൻ ഫിലോമോനെ സേവിക്കേണ്ടതാണ്. എന്നാൽ കടം വീട്ടിത്തീരുന്നതിന് മുമ്പേ ഒനേസിമോസ് അവന്റെ യജമാനനെ വിട്ട് ഓടിപ്പോയി. ഒനേസിമോസ് പണമോ മറ്റെന്തെങ്കിലും വിലയേറിയ വസ്തുക്കളോ മോഷ്ടിച്ചുകൊണ്ട് റോമിലേക്ക് ഓടിപ്പോയതാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് രണ്ടിൽ ഏത് ശരിയായാലും ഒനേസിമോസ് അവന്റെ യജമാനായ ഫിലോമോന് കടക്കാരനായിരുന്നു. എങ്കിലും രക്ഷിക്കപ്പെട്ട ഒനേസിമോസ് തിരികെ ചെല്ലുമ്പോൾ അവനെ ഒരു അടിമയായി വീണ്ടും സ്വീകരിക്കുവാനല്ല, ഒരു ക്രിസ്തീയ സഹോദരനും തുല്യനുമായി കണക്കാക്കുവാനാണ് പൗലോസ് ഫിലോമോനോട് ആവശ്യപ്പെടുന്നത്. ഫിലോമോൻ 1:16-17 വാക്യങ്ങൾ, അവൻ ഇനി ദാസനല്ല, ദാസനും മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ നിനക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. റോമൻ സാമ്രാജ്യത്തിലെ അക്കാലത്തെ നിയമമനുസരിച്ച് ചെറിയ തെറ്റുകൾക്ക് പോലും അടിമകളെ ക്രൂശിൽ തറച്ച് കൊല്ലാറുണ്ടായിരുന്നു. യജമാനന്മാരെ വിട്ട് ഓടിപ്പോകുന്ന അടിമകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുക പതിവായിരുന്നു. എന്നാൽ ഒനേസിമോസ് കടപ്പെട്ടിരിക്കുന്നെല്ലാം തിരികെ തന്നുകൊള്ളാം എന്ന് പൗലോസ് ഫിലോമോനെ വാക്കുകൊടുക്കുന്നു. 18-19 വാക്യങ്ങൾ, അവൻ നിന്നോട് വല്ലതും അന്യായമായി ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. രണ്ട് അർത്ഥത്തിൽ ഒനേസിമോസ് പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെട്ടു. ഒന്ന്, അവൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, ആത്മീയമായ രക്ഷ പ്രാപിച്ചു. രണ്ട്, അവൻ ചെയ്ത തെറ്റിനുള്ള ഭൗതികമായ നിയമപ്രകാരമുള്ള കഠിന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. അവന് യജമാനനുമായി നിരപ്പ് പ്രാപിക്കുവാൻ കഴിഞ്ഞു. ഫിലോമോനുള്ള കത്തിൽ റോമിലെ കാരാഗൃഹത്തിൽ നിന്നും സ്വതന്ത്രനാകുമെന്ന പ്രത്യാശ പൗലോസ് പങ്കുവെക്കുന്നുണ്ട്. 22 വാക്യം, ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ഒനേസിമോസിനും ഫിലേമോനും പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ സഭാചരിത്രവും പാരമ്പര്യവും ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ കൃത്യത കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇന്ന് നമുക്ക് ഈ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ലൂക്കോസ് 10 യേശുക്രിസ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനായി സമീപത്തുള്ള പട്ടണങ്ങളിലേക്ക് അയച്ച 70 പേരിൽ ഒരാൾ ഒനേസിമോസ് ആയിരുന്നു. അതായത് യേശുക്രിസ്തുവിനെ അക്കാലത്ത് ഒനേസിമോസ് അനുഗമിച്ചിരുന്നു. അപ്പോൾ അവൻ ആരുടെയും അടിമ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് അവൻ കടബാധ്യതകളിലാകുകയും ഫിലോമോന്റെ അടിമ ആയി തീരുകയും ചെയ്തു എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യ വിശ്വാസം പറയുന്നത്. ഒനേസിമോസിനോട് ക്ഷമിച്ച് അവനൊരു ക്രിസ്തീയ സഹോദരനായി സ്വീകരിക്കണമെന്ന പൗലോസിന്റെ അപേക്ഷ ഫിലോമോൻ സ്വീകരിച്ചു. അദ്ദേഹം ഒനേസിമോസിനെ സ്വതന്ത്രനാക്കിയെന്ന് മാത്രമല്ല, ഒനേസിമോസിനെ പൗലോസിനെ ശുശ്രൂഷിക്കുവാനായി റോമിലേക്ക് അയക്കുകയും ചെയ്തു. ഇതും സഭാ പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. സഭാ പാരമ്പര്യത്തിലുള്ള വിശ്വാസങ്ങൾ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പിന്നീട് അപ്പോസ്തലന്മാർ ഫിലോമോനെ ഗാസ എന്ന പട്ടണത്തിലെ ബിഷപ്പായി നിയമിച്ചു. ഒനേസിമോസിനെ തിമോത്തിയോസിന് ശേഷം എഫെസോസിലെ ബിഷപ്പായും നിയമിച്ചു. ഒനേസിമോസ് അനേക സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചു. റോമൻ കത്തോലിക്ക സഭാ പാരമ്പര്യത്തിൽ ഒനേസിമോസിനെ ബൈസാന്റിയത്തിലെ ഒനേസിമോസ് എന്നും, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധ അപ്പോസ്തലനായ ഒനേസിമോസ് എന്നും വിളിക്കുന്നു. റോമൻ കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ ഒനേസിമോസ് 90 AD അതിനു മുമ്പോ കൊല്ലപ്പെട്ടു. കിഴക്കൻ സഭകളുടെ പാരമ്പര്യത്തിൽ 109 AD അദ്ദേഹം കൊല്ലപ്പെട്ടു. ഡൊമീഷ്യൻ, ട്രാജൻ എന്നീ റോമൻ ചക്രവർത്തിമാരുടെ കാലത്താണ് ഒനേസിമോസ് രക്തസാക്ഷിയാകുന്നത്. 109 AD ഒനേസിമോസിനെ തുറുങ്കിൽ അടച്ചു.
ഒനേസിമോസ് അവന്റെ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളി പറയാഞ്ഞതിനാൽ കാരാഗൃഹത്തിൽ 18 ദിവസങ്ങൾ താമസിക്കേണ്ടി വന്നു. ഈ 18 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ സ്വതന്ത്രനാക്കിയില്ല, അതിനു പകരം അവനെ കൊല്ലുകയായിരുന്നു. അവന്റെ തുടയും കാലുകളും ഒരു ഗദ കൊണ്ട് മർദ്ദിച്ച് തകർത്തു. അതിനുശേഷം അവനെ കല്ലെറിഞ്ഞു കൊന്നു. അവൻ മരിച്ചതിന് ശേഷം അവന്റെ ശിരസ് വിച്ഛേദിക്കുകയും ചെയ്തു. വളരെ സമ്പന്നയായ ഒരു ക്രിസ്തീയ സഹോദരി അവന്റെ ശവശരീരം ഒരു വെള്ളി ശവപ്പെട്ടിയിൽ ആക്കി അടക്കം ചെയ്തു. ഫിലോമോനുള്ള കത്തും ഒനേസിമോസിന്റെ ജീവചരിത്രവും ഒരു പാപിയായ മനുഷ്യന്റെ വീണ്ടും ജനനവും ആത്മീയ രൂപാന്തരവും ക്ഷമയും നിരപ്പും ദൈവകൃപയാൽ സംഭവിച്ചതിന്റെ കഥയാണ്. പൗലോസ് ഈ കത്തിൽ ഫിലോമോനെ അവന്റെ രക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഒനേസിമോസിന്റെ തെറ്റുകളെയും അവൻ ക്ഷമിക്കുമെന്ന് പൗലോസ് പ്രത്യാശിക്കുന്നു. ഒനേസിമോസിന്റെ കഥ യേശുക്രിസ്തുവിലൂടെ പാപക്ഷമ ലഭിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കഥയാണ്. ഒനേസിമോസ് ഭൗതിക യജമാനനായിരുന്ന ഫിലോമോന്റെ അടുക്കൽ നിന്നും ഓടി ദൈവത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നു. ന്യായപ്രമാണം, യേശുക്രിസ്തുവിന്റെ കൃപ എന്നിവയുടെ വ്യത്യാസം വെളിവാക്കുന്ന മനോഹരമായ ഒരു ചരിത്രമാണ് ഫിലോമോനുള്ള കത്തിൽ നമ്മൾ വായിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണവും റോമൻ നിയമവും ഒനേസിമോസിനെ ശിക്ഷിക്കുവാനുള്ള അധികാരം ഫിലോമോന് നൽകുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കൃപ യജമാനെയും അടിമയെയും നിരപ്പിക്കുന്നു. കൃപ അവരെ ദൈവസ്നേഹത്താൽ ഒരേ നിലയിലുള്ള വ്യക്തികളാക്കി മാറ്റി. ഇരുവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി മാറി. ഒനേസിമോസിന്റെ കടം പൗലോസ് കൊടുത്തു തീർക്കാമെന്ന വാഗ്ദാനം യേശുക്രിസ്തു നമ്മുടെ കടങ്ങളെ കൊടുത്തു തീർത്തതിനെ ഓർമ്മിപ്പിക്കുന്നു. ഒനേസിമോസിന്റെയും ഫിലോമോന്റെയും ചരിത്രം പിൽക്കാലത്തെ വലിയ സാമൂഹിക മാറ്റങ്ങൾക്കും കാരണമായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന അടിമ വ്യാപാരത്തിനെതിരെ മനുഷ്യ മനസാക്ഷിയെ ഉണർത്തിയത് ഇവരുടെ ജീവചരിത്രമാണ്. ഈ സാമൂഹിക വിപ്ലവം അടിമ വ്യാപാരത്തെ ലോകത്ത് നിന്നും പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു. അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഈ ക്രിസ്തു പഠനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യർ 3:27-28 വാക്യങ്ങൾ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ.